അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ അടിമ, റഹ്മാനായ റബ്ബിന്റെ അടിമ എന്നർത്ഥം വരുന്ന ഈ നാമങ്ങൾ അതൊക്കെ കുറവാ. നല്ല പേരൊന്നും ഇടുന്നവർ വളരെ കുറവാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നല്ല പേരിടണം, എങ്കിലേ രക്ഷപ്പെടുള്ളൂ. പാപ്പാടെ പേരിന്റെ തുടക്കം ഉമ്മാടെ പേരിന്റെ അവസാനത്തെ 2 അക്ഷരം കൂടി ചേർത്തിട്ടൊക്കെ ഇന്ന് പേരിടുന്നു. അങ്ങനെ ആയ വലിയ പ്രശ്നമാണ്. പാപ്പാടെ പേര് മൂസാന്നും ഉമ്മാടെ പേര് സനൂജാന്നും പേരിട്ടപ്പോ സമൂസാന്നായി. മൂസായും കൂട്ടി ഇപ്പുറത്തുനിന്ന് സായും എടുത്തു. അങ്ങനെയൊന്നും പേരിടാൻ പാടില്ല. ശ്രദ്ധിക്കണം. കാരണം ഇവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പേരിട്ട് കിട്ടിയാൽ മതി. അങ്ങനെ ആകാൻ പാടില്ല. നല്ല പേരിടണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ പേരുകൊണ്ട് നാളെ വിളിക്കുക, നാളെ മഹ്ശറയിൽ വിളിക്കും. സാനിയ എന്നുള്ള പേരിടുമ്പോൾ ശ്രദ്ധിക്കണം. സീനാണെങ്കിലും കുഴപ്പമില്ല, സാനിയ എന്നാണെങ്കിലും കുഴപ്പമില്ല. ഉണ്ട് ആണെങ്കിൽ വ്യഭിചാരി എന്നാണ് അർത്ഥം, വേശ്യ എന്നാണ് അർത്ഥം വരിക. നമ്മളെ അർത്ഥങ്ങൾ വളരെ ശ്രദ്ധിക്കണം. സാനിയ മോളെ എന്നാ വിളിക്കുന്നത്, വേശ്യ മോളെ എന്ന് അർത്ഥം വരും. അല്ലാഹു നമ്മളെ കാക്കണം. ഓരോ നമ്മൾ അക്ഷരങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പേരിടാൻ. ചുമ്മാ ആരുടെയെങ്കിലും പേര് ഇന്നവന്റെ പേരിട്ടുണ്ട്, ദുൽഖർ സൽമാൻ എന്നിട്ടപ്പോ പിന്നെ അള്ളാഹ് എല്ലാവരും ഇപ്പൊ അതിട്ടുണ്ട്. നല്ല പേരാണ്, കേൾക്കുമ്പോൾ നല്ല ഇമ്പമുണ്ട്, അത് നല്ലൊരു പേരാണ്. ഇങ്ങനെ ഓരോരുത്തർ ശ്രദ്ധിക്കണം. നമ്മൾ പേര് നന്നാക്കി ഇടണം, വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർക്കുമാറാവട്ടെ. നിൽക്കട്ടെ. മറിയം ബിയുടെ പേരിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ആബിദ, നല്ല ആരാധന നിർവഹിക്കുന്നവർ. എന്നിട്ട് ആ ഉമ്മ ചെയ്തൊരു പരിപാടിയുണ്ട്. എന്ത്? വഇന്നി സമ്മൈതുഹാ മറിയം വഇന്നി ഉഈദുഹാ ബിക വദുരിയതാ മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഇവളെയും ഇവളുടെ സന്താന പരമ്പരകളെയും ഞാൻ കാവൽ തേടുന്നു അല്ലാഹ്, ഞാൻ കാവൽ തേടുന്നു അല്ലാഹ്. ഈ ആയത്ത് ഇമാമിങ്ങളെ രേഖപ്പെടുത്തി വെക്കുകയാണ്. നമ്മുടെ മക്കൾ ജനിച്ചാൽ വലതുകാതിൽ ഭാഗം ഇടതുകാതിൽ ഇഖാമത്ത് കൊടുക്കുന്നതിനോടൊപ്പം ഈ ആയത്ത് കൂടി ഓതണേ, ഓതണേ. വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഈ ആയത്ത് കൂടി ഓതണം, സുന്നത്താണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആദ്യം തന്നെ ബാങ്ക് കേൾപ്പിക്കേണ്ടത്. കുട്ടി ജനിച്ച് ആദ്യം ബാങ്ക് കേൾപ്പിക്കണം. അല്ലാഹു അക്ബർ, ഫാസ്റ്റിലെ തന്നെ അത് കേൾപ്പിക്കണം. ഇതെല്ലാം കഴിഞ്ഞു ലേബർ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സമയം വൈകി. ഉമ്മാക്ക് നല്ല റാഹത്തുണ്ടെങ്കിൽ, അപ്പൊ നല്ല ഓർമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മ എന്ത് ചെയ്താ, കുട്ടിയും അടുത്തുകൊണ്ടുവരാൻ പറഞ്ഞിട്ട് പ്രസവിച്ച ഉമ്മ തന്നെ അല്ലാഹു അക്ബർ എന്ന് പതുക്കെ എന്ന് പറഞ്ഞേക്കണം. ആദ്യം ആ വാക്കം കേട്ടോട്ടെ. അതിനു വേണ്ടിയിട്ടാണ്. അശുദ്ധി ആയിരിക്കാം, പക്ഷെ അത് പ്രശ്നമല്ല. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അവർക്ക് ആഫിയത്തുണ്ടെങ്കിലായി പറഞ്ഞത്. എഴുന്നേറ്റ് നിന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഭയങ്കര വാങ്ങ് കൊടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല. ലേബർ റൂമിൽ നിന്ന് എല്ലാവരും ഇറങ്ങി ഓടും, ഗേറ്റ് ഔട്ട്. അങ്ങനെയൊന്നും അല്ലത്. അതൊക്കെ ഒരു ശബ്ദത്തിൽ കഴിയുമെങ്കിൽ ആ പറഞ്ഞത് ചെറിയൊരു ശബ്ദം. കാരണം ഇതിന് ആദ്യം കുട്ടിയുടെ കാതിലേക്ക് ഈ വചനം അങ്ങ് കേൾപ്പിച്ചാൽ രക്ഷപ്പെട്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബാക്കി പിന്നെ വാപ്പ വെളിയിൽ പണ്ട് സിഗരറ്റൊക്കെ വലിച്ചിട്ട് കാത്തിരിക്കുക, ബാങ്ക് വിളിക്കുക, റെഡിയായി നാത്തിക്കുക. എല്ലാവരും അല്ല, ചിലർ ടെൻഷൻ അടിച്ചിട്ടാന്ന് പറയുന്നത്. 3 പാക്കറ്റ് സിഗരറ്റ് തീർത്ത്. ആയത്തുൽ കുർസി ഓതണ്ടേ? ഗർഭം ധരിച്ച ആ പെണ്ണ് ആ സമയത്ത് എന്തോതണം? ഗർഭം ധരിച്ച പെണ്ണ് പ്രസവത്തിന്റെ സമയത്ത് ഗർഭം എളുപ്പമാകാൻ ആയത്തുൽ കുർസി ഓതണം. പിശാച് വരുത്തേയില്ല. പിശാച് വരാതിരുന്ന പ്രസവം എളുപ്പവും, ഓപ്പറേഷനിലേക്ക് പോകൂല. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ലമ്മാ ദനത് വിലാദതുഹാ. ഫാത്തിമ ബീബി വേദന കൊണ്ട് പ്രയാസമാണെന്ന് അറിഞ്ഞപ്പോ ആദരവായ പ്രവാചകൻ പറയുകയാണ്, ഫാത്തിമ ഫാത്തിഹ ഓതണേ, ആയത്തുൽ കുർസി ഓതണേ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് നാസ് ഓതണേ. ഇങ്ങനെ ഓതുക. ആയത്തുൽ കുർസി, ഈ സൂറത്തുകൾ ഇങ്ങനെ ആവർത്തിക്കാം. പിശാച് അടുത്തോട്ട് വരൂല, റാഹത്തായിട്ട് പ്രസവിക്കാൻ പറ്റും. അതിനൊരു പൊടിക്കൈ പറഞ്ഞതാണ്. അതുപോലെ സൂറത്തുൽ ഇൻശിഖാഖ് പ്രസവ സമയത്ത് ഓതുക. സൂറത്തുൽ ഇൻശിഖാഖ്. സഹോദരിമാരുണ്ടല്ലോ, അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. പറയുമ്പോൾ ഇൽമു ജനങ്ങൾക്ക് കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ്. സൂറത്തുൽ ഇൻശിഖാഖ്. ഇദസ്സമാഉ شقت وأذنت لربها وحقت وإذا الأرض مدت وألقت ما فيها وتخلت وأذنت لربها وحقت. ഈ 5 ആയത്ത് ഓതുക.
റാഹത്താണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ പ്രസവത്തിന്റെ സമയത്ത് ഭർത്താവ് വെളിയിരുന്നിട്ട് ഓതിക്കൊണ്ടിരിക്കും സൂറത്ത്. ഇതൊന്നുമില്ല, വേറെ ഹാലിലാണ്. മസാല ദോശ വാങ്ങി കഴിക്കുകയാണ്. പുള്ളിയോടെ പോയിരുന്നത് അവിടെ ഉണ്ടാവണം, സ്ഥലത്ത് അവിടെ തന്നെ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് കറക്റ്റ് അവിടെ ഉണ്ടാകണം. ആദ്യം ബാങ്ക് കൊടുക്ക്, കാമത്ത് കൊടുക്ക്, ഈ ആയത്ത് ഓതി കൊടുക്ക്. ഏത്? ഇത് നമ്മൾ അരമണിക്കൂർ പള്ളിയിലെ ഉസ്താദിനെ തപ്പി ഇവിടെ വരുമ്പോഴത്തേക്ക് കയറേണ്ട ശൈത്താനൊക്കെ കയറി കഴിഞ്ഞു. അല്ലാഹു ആക്കട്ടെ. ആദ്യം ഇത് കേൾപ്പിക്കണം. അല്ലാഹു അക്ബർ. അതാണ് മനസ്സിലായില്ലേ? മക്കളെ സാലിഹാകളുടെ വഴിയായി പറഞ്ഞത്. ഇത് അങ്ങോട്ട് ആദ്യം ചെയ്ത പണി റാഹത്ത്. അത് നേരത്തെ മുതലേ തുടങ്ങേണ്ടതാണ്. അതുകൊണ്ടാണല്ലോ ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുമ്പോൾ തന്നെ എന്ത് വേണം? ഔദും ബിസ്മിയും വേണം. ഹദീസാണത്. ഇദാ ജാമഅ അർ-റജുലു മഅ ഇംറഅതിഹി ഇൻതവ ശൈത്താനു ഇഹ്ലീലഹു ഫയുജാമിഉ മഅഹാ. إذا جامع الرجل مع امرأته بغير اسم الله അല്ലാഹുവിന്റെ നാമം കൂടാതെ അഥവാ ഊദും ബിസ്മിയും ചൊല്ലാതെ ഒരു വ്യക്തിയൻ തന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ ഇംതവ ശൈത്താനു ഇഹ്ലീലഹു, അവന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാഗത്ത് പിശാച് ചുരുണ്ട് കിടക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇംതവ യന്തവി എന്ന് പറഞ്ഞാൽ ചുരുണ്ട് കിടക്കുക. ആര്? പിശാച് ചുരുണ്ട് കിടക്കും. ഹദീസാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, തള്ളിക്കളയാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. ഫയുജാമിഉ മഅഹാ, നീ ഔദും ബിസ്മിയും ചൊല്ലാതെയാണ് അവളുമായി ബന്ധപ്പെടുന്നത് എങ്കിൽ അവിടെ ബന്ധപ്പെടുന്നത് യഥാർത്ഥത്തിൽ പിശാചാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. കാരണം ദ്വാരങ്ങൾ തുറക്കപ്പെടുന്ന സന്ദർഭത്തിൽ പിശാച് ഉള്ളിലേക്ക് കയറും. കയറാതിരിക്കാനുള്ള വകുപ്പാണ് നോക്കുന്നത്. ഇതൊക്കെ ഹദീസാണ്. ഇതൊക്കെ മുഅ്മിനിന് 1 കിലോമീറ്റർ പോകാനുണ്ട്. അവിടെ എത്തുമ്പോൾ ഇരിക്കുന്നതിന്റെ പ്രകാരം പതുക്കം അല്പാൽപമായിട്ട് ഉയർത്തിക്കൊണ്ടുവരണം. കാരണം നിന്റെ ഔറത്ത് വെളിവാക്കാൻ പാടില്ല. മുട്ടുപൊക്കളിന്റെ ഇടയിൽ പരിപൂർണമായി മറച്ചിരിക്കണം. നിന്റെ തൊട അന്യ പുരുഷനെ പോലും കാണിക്കാൻ പാടില്ല. ഒരു പുരുഷന് അവന്റെ തുടഭാഗം മറ്റൊരു പുരുഷനെ പോലും അനുവാദമില്ലാതെ കാണിക്കാൻ പാടില്ല. നമ്മളിങ്ങനെ മടക്കി കുത്തിയിട്ടാണ് നടക്കുന്നത്. റമദാൻ മുഴുവൻ അങ്ങനെ നടന്നു. ഇനി താഴ്ത്തിയിട്ടെങ്കിലോ മനസ്സിലാക്കണം. നമ്മൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ ഔദു ചൊല്ലണം. വേണ്ടേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി. ആൺപിശാചുക്കളെ തൊട്ടും പെൺപിശാചുക്കളെ തൊട്ടും കാവൽ തേടുന്നു. കാരണം 2 പിശാച് ഇവിടെ ഉണ്ട്, ആണും ഉണ്ട് പെണ്ണും ഉണ്ട്. അതുകൊണ്ടാണ് ബാത്റൂമിൽ കയറുമ്പോൾ മാത്രമല്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. വേറൊരിടത്തും ആൺപിശാച് പെൺപിശാചിനെ തൊട്ടും കാവൽ തേട്ടയില്ല. കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ചില സ്ത്രീകൾ കണ്ടില്ലേ, ബാത്റൂമിൽ കയറിയ 3.5 മണിക്കൂറാണ്. കുളിക്കാൻ കയറിയതാണ്. അല്ലാഹു കുളിയ ഇറങ്ങൂല. കുറേ നേരം മണിക്കൂറുകളാണ്. പൈശാചികത ഉപദ്രവങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവർ ആ സമയം ചെലവഴിക്കുന്നത്. ചിലർക്ക് വസ്വാസാൻ ആദ്യം ഭിത്തി മുഴുവൻ കഴുകി തേച്ചൊരച്ച് കഴുകിയിട്ടേ ഇറങ്ങുള്ളൂ. ഫുള്ള് റെഡിയാക്കി ഇവർ ഇറങ്ങി വരുമ്പോൾ അറിയാൻ പറ്റും വെള്ളം മുഴുവൻ ടാങ്കിൽ തീർന്നിട്ട്. എന്ന് പറഞ്ഞ് ഇപ്പൊ കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല. ഇത് തുടക്കത്തിൽ ശ്രദ്ധിക്കണമായിരുന്നു. നേരത്തെ ശ്രദ്ധിക്കേണ്ട പണിയാണ്. ഭാര്യയുമായി ബന്ധപ്പെടുന്നത് മുതൽ അവിടെ മുതലല്ലേ നിങ്ങൾ പരമാവധി നേർച്ച നേരാതിരിക്കുക. നേർച്ച നേർന്നാൽ അതെന്താണ്? അത് വീട്ടും വേണം. കാണുന്നതിനൊക്കെ നേർച്ച. ഭർത്താവിനെ കൊണ്ട് വിമാപ്പള്ളിയുടെ മുന്നിൽ ഇരുത്തി തല മുട്ടയടിച്ചേക്കാം. എങ്ങനെയാ നേർച്ച? പാവം പിടിച്ചവനെ ഇടങ്ങേറും. മൂപ്പറ തല മുട്ടയടിച്ചേക്കാം. ഇങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ നേർച്ച ഉമ്മമാര് കാണുന്നതിനൊക്കെ തൊട്ടയിലും പിടിച്ചതിന് നേർച്ച നേരാ. അങ്ങനെ ആവശ്യമില്ലാത്ത നേരണ്ട. നമുക്ക് കഴിവാകുന്നതും പറ്റുന്നതും ഒക്കെ നമ്മൾ ഒരു 10 ദിവസം നോമ്പ് പിടിക്കാൻ നേർച്ചയാണെങ്കിൽ ഓക്കെ, അത് പറ്റത്തില്ല. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുള്ളൂ. അത് തന്നെ ഉടായ്പാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കൊണ്ടുവന്ന് നേരെ ബൈത്തുൽ മഖ്ദിസിലേക്ക് വിട്ടു. ഉമ്മയാകുന്ന ഹന്നത്ത് ബീവി പള്ളിയിൽ കൊണ്ടുപോയിട്ടു. പള്ളിയിൽ അന്നത്തെ ചീഫ് ഇമാമാണ് ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം. അവിടുത്തെ മെയിൻ ഇമാമാരാണ് സക്കരിയ നബി അലൈഹിസ്സലാം. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പെങ്ങളാണ് ഹന്നത്ത് ബീവി. ബന്ധമുണ്ട്. നേരെ പെങ്ങളല്ല, അല്ലാതെ അടുത്ത വകയിലുള്ള ബന്ധമാണ്. പെങ്ങളായിട്ട് അതുകൊണ്ട് തന്നെ നേരെ കൊണ്ടുവന്ന് അയച്ചു. എന്നിട്ട് പറഞ്ഞതാ ഇവിടെ നോക്കിക്കോണോന്ന് പറഞ്ഞു. പിന്നെ നമ്മളെ ഏറ്റെടുത്തു. അങ്ങനെ സക്കരിയ നബി അലൈഹിസ്സലാം അതിനുവേണ്ടി നിലകൊള്ളുമ്പോൾ നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു, അതെ ഇത് പറ്റത്തില്ല, ഞങ്ങളുടെ ഖത്തീബിന്റെ മോളല്ലേ ഇപ്പൊ നിങ്ങൾ ഇവിടെ എടുക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളും കൂടെ അത് ബന്ധപ്പെട്ടതാ. ഞങ്ങൾക്കും കൂടെ നോക്കണം, ഞങ്ങൾക്കും കൂടെ അതിൽ ചെലവ് കൊടുക്കണം. അതിന്റെ കഫാലത്ത് ഞങ്ങൾ കൂടി തരണം. കഫാലത്ത് എന്നുള്ള പദം ആദ്യമായി രംഗത്ത് വരുന്നത് ഈ ഒരൊറ്റ മറിയം ബീവിയുടെ ചരിത്രത്തിലൂടെ.
കഫാരത്ത് എന്ന് പറഞ്ഞാ ഏറ്റെടുക്കുക, അവരുടെ ചെലവ് മുഴുവൻ ഞങ്ങൾ ഏറ്റെടുത്തു. 28 പേര് കടന്നു വന്നു. 28 പേര് വന്നിട്ട് പറഞ്ഞ് ഒറ്റ കുട്ടിയുടെ കാര്യത്തിലേ പറഞ്ഞ കേട്ടോ, ഒറ്റ കുട്ടിയുടെ ചെലവേറ്റെടുക്കാൻ എത്ര പേര് വന്ന്? 28 പേര് വന്നു. ഇവിടെ ഇനി മുത്തല്ലിങ്ങളെ ഇപ്പൊ ചോദിക്കും, അപ്പൊ ഒരേ കുട്ടിയുടെ പേര് 28 പേര് വരുമെന്ന്. 28 പേര് ഒരാൾക്ക് ചെലവ് കൊടുക്കാം, പള്ളിയുടെ ചെലവ് കൊടുക്കാം, ഒരു കുട്ടിയുടെ ചെലവ് കൊടുക്കാൻ വേണ്ടി 28 പേര് കയറി വരികയാണ്. ചിന്തിക്കണം, ഖുർആൻ പറഞ്ഞ ചരിത്രമാണിത്, കെട്ടുകഥയല്ല, ഖുർആൻ പറഞ്ഞതാണ്. സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ വിട്ടുതരൂല, എന്റെ ബന്ധുവും കൂടിയാണ്, അതുകൊണ്ട് ഞാൻ എന്തായാലും മറിയമ്മ വിട്ടുതരൂല, എനിക്കും നോക്കണം. അപ്പൊ 29 എന്ത് ചെയ്യും? എല്ലാവരും പറഞ്ഞ കുട്ടിയെ ഞാൻ ചെലവ് കൊടുക്കാം, എല്ലാവരും കൂടി ചെലവ് കൊടുക്കാൻ, കുട്ടി ഒറ്റയ്ക്ക് നിന്നിട്ട് ഇതെല്ലാം കൂടി കഴിച്ചിട്ട് ഇടങ്ങേറാവൂലേ? അവ പറയും നമുക്കെന്നാ നറുക്കിടാം. ഇസ്ലാമിൽ ആദ്യമായി നറുക്കിടുന്ന പരിപാടി തുടങ്ങുക. സക്കരിയ നബി അലൈഹി സ്വലാം പറഞ്ഞു, എല്ലാവരുടെയും പേനയും എടുക്കാൻ പറഞ്ഞു. എല്ലാവരും പേന കൈക്ക് പിടിച്ചോ? ആ പിടിച്ചു. പ്ലാസ്റ്റിക് പേന ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം, അതൊന്നും ഇല്ല, എന്നാ നല്ല കനമുള്ള പേന. എന്നിട്ട് എല്ലാവരും നദിയുടെ തീരത്ത് വന്നിട്ട് ബിസ്മില്ലാഹി അങ്ങോട്ട് ഇട്ടോളാൻ പറഞ്ഞു. നദിയിലേക്ക് എറിഞ്ഞോളൂ. ആരുടെ പേനയാണോ കരയിലേക്ക് തിരിച്ചു വരുന്നത് അവർക്ക് മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പോറ്റാനുള്ള അനുവാദമുണ്ട്. കഫാരത്ത് അവർക്കാണ്. ഖുർആൻ പറഞ്ഞ ചരിത്രമാണിത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാമും കൂടെയുള്ളതാകുന്ന ബാക്കിയുള്ള 28 പേരും 29 പേര് ടോട്ടൽ എല്ലാവരും വന്നു. നേരെ പേന കയ്യിലെടുത്തു, ബിസ്മില്ലാഹ് എല്ലാവരുടെയും അങ്ങോട്ട് ഇട്ടു. തിരിച്ചു കയറി വന്നത് ആരുടെ മാത്രം? സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പേന. ബാക്കിയുള്ളവരുടെ പേന കൂടി പോയി, ഇങ്ങോട്ട് വന്നു പോലുമില്ല.